ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിൽ ഞാൻ കുറെ നാള് കാത്തിരുന്ന് ഞാൻ ഒരു റീബാൻ വാങ്ങി. ഇതിന് അതൂട്ടും പറയുന്നുണ്ട്. ഇതിന്റെ പേരെന്താ? അതൂട്ട് സന്താഷ്. നമ്മളങ്ങനെ തമിഴ്നാട് കയറി. എനിക്ക് തമിഴ്നാട് കയറിയപ്പോ എന്തോ ഒരു സന്തോഷം. എനിക്ക് ഇഷ്ടമാണ് തമിഴ്നാട്. പണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇതെന്തോ എരിവുള്ളത്, എരിവില്ലാത്തത്. ഞാൻ രണ്ടും ഓരോന്ന് വാങ്ങി. കണ്ടോ ക്യാഷർ പൈസ എടുക്കുന്നത്. പിന്നെ നമ്മുടെ അവിടെയുള്ള ആഞ്ഞിലിച്ചക്ക ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ലോഡ് കണക്കിന് ഞാൻ കൊണ്ട് ഇറക്കിയത്. മുല്ലപ്പൂ ഒക്കെ മേടിച്ച് നടക്കുക. എനിക്ക് മുല്ലപ്പൂ കുത്തിയിട്ട് നല്ലൊരു ആത്മവിശ്വാസം, നല്ല രസം. ഹലോ എല്ലാവർക്കും. നമ്മളിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. തെങ്കാശിക്കാണ് കേട്ടോ പോകുന്നത്. സ്കൂൾ അടച്ചിട്ട് എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഷൂട്ടും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങോട്ടും പോകാനോ പോയി സ്റ്റേ ചെയ്ത് അവിടെ നിന്നുള്ള അങ്ങനെ ഒരു വെക്കേഷനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണെന്ന് തെങ്കാശി പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തെങ്കാശിക്ക് പോകാൻ പോവാണ്. ഒരു 1 ഡേ ട്രിപ്പാണ്. എനിക്ക് നാളെ രാവിലെ ഷൂട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചൊരു സിമ്പിൾ പാൻറ്റും ടോപ്പും ഒക്കെ ഇടാന്ന്. പിന്നെ ഞാൻ വെച്ച് തെങ്കാശിക്കല്ലേ ഭയങ്കര ട്രഡീഷണൽ വൈബായിരിക്കും. ഞാൻ ഒരു ചുരിദാർ എടുത്തിട്ടു. ഞാൻ താഴേക്ക് പോയിട്ടില്ല. ഞാൻ റെഡിയായി ഇവിടെ നിൽക്കുകയാണ്. ഈ താഴെ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഇതാണ് കേട്ടോ എൻ്റെ ഉടുപ്പ്. നല്ലൊരു ഉടുപ്പ്. ഹായ് പറഞ്ഞു എല്ലാരും. ബാക്കിൽ 2 പേരുണ്ട്. നന്ദു അവൻ മറ്റേ തെങ്ങിന്റെ മണ്ട പോലെ, അവന്റെ ഇത്തിരി തല മാത്രമേ കാണുന്നുള്ളൂ. കുട്ടാപ്പി ഉണ്ട്. നമ്മളെല്ലാരും പോവാൻ ഇറങ്ങി. നമ്മൾ 7 മണിക്ക് ഇറങ്ങണം എന്നാ പ്ലാൻ ചെയ്ത്. പക്ഷെ ഇറങ്ങി പിടിച്ചൊക്കെ വന്നപ്പോ ഒരു 8 മണി കഴിഞ്ഞു. അപ്പത്തേക്ക് 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി കഴിക്കാനുള്ള സാധനം എടുത്തിരിക്കുകയായിരുന്നു. വഴി എവിടെയെങ്കിലും നിർത്തി പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് കഴിക്കാം എന്നുള്ളതിൽ എടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഈ 8 മണി കഴിഞ്ഞു, പിന്നെ 9 ആയി. അങ്ങനെ വന്നപ്പോ എല്ലാവർക്കും വിശന്നു. അത് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോ എല്ലാവർക്കും വിശന്നു. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. പെട്ടിയൊക്കെ തുറന്ന് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആറ്റുനോറ്റ് ഒരു റീബാൻ വാങ്ങി. ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിൽ ഞാൻ കുറെ നാള് കാത്തിരുന്ന് ഞാൻ ഒരു റീബാൻ വാങ്ങി. അപ്പൊ തുടങ്ങിയ മഴ. ഞാനിത് വാങ്ങുന്നവരെ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ. വെയിലെന്ന് പറഞ്ഞാൽ അങ്ങനെ വെയില്. ഞാനിത് വാങ്ങി കഴിഞ്ഞതും മഴ പെയ്യാൻ തുടങ്ങി. ഇനി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ മഴ. എനിക്കിതൊന്നും വെക്കാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മോഹമാണ് ഞങ്ങക്ക്. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ വിധി അതായി പോയി. പിന്നെ ഞങ്ങളിപ്പോ തെങ്കാശിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് വെയിലുണ്ട്. അതുകൊണ്ട് ബേസിക്കലി എനിക്ക് സൺഗ്ലാസ് വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഉദ്ദേശം. മനസ്സിലായോ? ഇതിന് അതൂട്ടും പറയുന്നുണ്ട്. ഇതിന്റെ പേരെന്താ? അതൂട്ട് സന്താഷ്. എനിക്ക് സന്തോഷമുണ്ട്, അതൂട്ടിന് സന്തോഷമുണ്ട്. ബാക്കിൽ നന്ദുവിന് സന്തോഷമുണ്ട്. കണ്ടോ എന്തിയുടെ സന്തോഷ് കണ്ടോ? അത് ബേസിക്കലി നന്ദുവിന്റെ സന്തോഷമല്ല, അത് എന്റെ തന്നെയാണ്. അവന്മാർ എന്തിട്ടാലും അത് ഒക്കെ എന്റെ തന്നെയാണ്. പിന്നെ അമ്പാടിക്കുണ്ട്. അമ്പാടിയുടെ സന്തോഷമൊക്കെ എന്തെങ്കിലുണ്ട്. അതെ, ഞങ്ങളിത് പലരുടെ കയ്യിൽ നിന്നായി കട്ട സന്തോഷങ്ങളാണ് ഇതൊക്കെ. ഇവിടെ അമ്മയ്ക്കും ചിറ്റയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ. അമ്മയ്ക്ക് മാത്രമേ ഈ വണ്ടിയിൽ സ്വന്തമായി സന്തോഷം ഇല്ലാത്തൊരു യുവതി അമ്മ മാത്രമാണ്. മാമനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഇനി ഞങ്ങളൊരു തീരുമാനം, ഈ പോക്കിനൊരു തീരുമാനമായിട്ട് ഞാൻ അറിയിക്കാം. ബൈ. ഇവിടെ ആട്ടുംകൂട്ടങ്ങളുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കുറെ ചക്കയോ എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ തമിഴ്നാട് കയറി. എനിക്ക് തമിഴ്നാട് കയറിയപ്പോ എന്തോ ഒരു സന്തോഷം. എനിക്ക് ഇഷ്ടമാണ് തമിഴ്നാട്. പണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ എനിക്കെന്തോ ഇഷ്ടമാണ് ഇവിടുത്തെ സ്ഥലവും മൊത്തത്തിലൊരു ഇത്. ഞാൻ മെയിൻ തമിഴ്നാട് വരുമ്പോഴേ എൻ്റെ ഉദ്ദേശം ഇവിടുത്തെ ഒരു ബിരിയാണി ഉണ്ട്, ഡിണ്ടിഗൽ ബിരിയാണി. അത് കഴിക്കാന്നുള്ളതാണ്. ഞാൻ എന്നിട്ട് ഇറങ്ങുമ്പോഴേ പറഞ്ഞു എനിക്ക് എവിടുന്നെങ്കിലും ഒരു ഡിണ്ടിഗൽ ബിരിയാണി വേണം. പക്ഷെ നമ്മള് സ്ഥിരം കഴിക്കുന്ന കടയൊന്നും ആ റൂട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, അല്ലേ രമ്യ? എന്ന് വേണം കരുതാൻ. എന്താണ് എന്റെ ക്യാഷ്യർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇതാണ് എന്തോ ഒരു വെള്ളച്ചാട്ടം. എന്നാ തൊട്ട് പൈനാപ്പിൾ. ഇതെന്തോ എരിവുള്ളത്, എരിവില്ലാത്തത്. ഞാൻ രണ്ടും ഓരോന്ന് വാങ്ങി. കണ്ടോ ക്യാഷർ പൈസ എടുക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളൊരു സ്വീറ്റ് കോണും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ.
നദൂട്ടനെ ഒന്ന് ചേച്ചിപ്പിക്കുക. എല്ലായിടത്തും ഇങ്ങനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് എന്തിന്റെയാന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്നെ കൂട്ടാപ്പി ഈ കിഴങ്ങനാന്നറിയാവോ? ആ എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തോ ഒരു കിഴങ്ങാ തോന്നുന്നു. പിന്നെ അതാ നമ്മുടെ അവിടെയുള്ള ആഞ്ഞിലിച്ചക്ക. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ലോഡ് കണക്കിന് ഞാൻ കൊണ്ട് ഇറക്കിയതേ. വെറുതെ വീണ് ആ നല്ല ടാറിട്ട റോഡിൽ വീണ് പൊട്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ അവിടെ ആഞ്ഞിലിച്ചക്ക. പിന്നെ ഇവിടെ കണ്ടു പരിചയമായത് ചക്ക, മാങ്ങ അതൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അമ്മയും ചിറ്റയും കൂടെ അങ്ങ് അറ്റത്ത് ഇവിടുത്തെ അച്ചാറ് നല്ലതാണെന്ന് പറഞ്ഞാൽ അച്ചാറ് വാങ്ങാൻ പോയിട്ടുണ്ട്. അവർ ഇന്നേ വരെ ഇവിടുത്തെ അച്ചാറ് കഴിച്ചിട്ടില്ല. പക്ഷെ അവർക്കൊരു തോന്നൽ ഇവിടുത്തെ അച്ചാറ് നല്ലതായിരിക്കും. അതുകൊണ്ടത് വാങ്ങാൻ പോയിരിക്കുകയാണ്. നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇത്ര സമയം എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മള് പോകുന്ന വഴി മൊത്തം കുരങ്ങന്മാരാ, നിറച്ചും കുരങ്ങന്മാര്. ഇപ്പൊ ആണെങ്കിൽ വീഡിയോ എടുത്തോണ്ട് ഒന്നിനെ കാണുന്നുമില്ല. പിന്നെ കൊറേ ഇങ്ങനത്തെ പശു, ആടാണ് മെയിൻ. ആട്ടും കുട്ടികളാണ് കൊറേ ആട്ടും കുഞ്ഞുങ്ങളുണ്ടാവും. എവിടെ അമ്മേ? അതാ കൊരങ്ങ് അതുകൂട്ടം പറഞ്ഞു ഇവരൊക്കെ ഫാമിലി ലൈഫാണ്. വഴി മൊത്തം അതാ എന്തോ കളിക്കുവോ. ആണ്ടെ മറ്റവനെയും കൂടി പിടിച്ച് താഴെ ഇടുമല്ലോ. എന്തോ പറിച്ചെടുത്തു അത്. ഇവന്മാരെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല സമയം പോകും കേട്ടോ. പിന്നെ കൊറേ പാറ കൊണ്ടുണ്ടാക്കിയ കൊറേ പാറ കൊണ്ടുണ്ടാക്കിയല്ല, പാറയ്ക്കുള്ളിലുള്ള കൊറേ സംഭവം. എന്തോ കൊറേ ഫോക്ക് ആർട്സോ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാന്ന് അറിയാത്തത് കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതല്ല. അല്ലാണ്ട് നല്ല രസമുണ്ട്. ഈ സ്ഥലങ്ങളും മൊത്തം നല്ല ഭംഗി. ഇപ്പൊ ഇവിടെ പറ്റുന്നൊരു വെതറാന്ന് തോന്നുന്നല്ലേ. അധികം ചൂടില്ല ഇവിടെ. അല്ലാത്ത സമയം ഭയങ്കര ചൂടല്ലേ. ഇവിടെ ഇപ്പൊ അധികം ചൂടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ മഴ വരുന്നുണ്ട്. നല്ലൊരു സമയം. കിടക്കുന്ന മൊത്തം വവ്വാല നോക്ക്. അയ്യോ ഇത്രയും വവ്വാലോ. ഇത് അമ്പലത്തിന്റെ സൈഡാ. ഈ അമ്പലത്തിലാണ് പോകുന്നത് നമ്മൾ കയറാൻ പോകുന്നത്. നമുക്ക് ഇച്ചിരി മുല്ലപ്പൂ എവിടെന്നെങ്കിലും കിട്ടിയാ വാങ്ങണം. അമ്പലത്തിന്റെ ഒരു ഭംഗിയുണ്ടോ. അയ്യോ എന്ത് രസാ ഇത്. എന്തോരം കളറല്ലേ അമ്മേ. മുല്ലപ്പൂ ഒക്കെ മേടിച്ച് നടക്കുക. എനിക്ക് മുല്ലപ്പൂ കുത്തിയിട്ട് നല്ലൊരു ആത്മവിശ്വാസം, നല്ല രസം. ഞങ്ങൾ ഇവിടുത്തെ അത് നല്ലൊരു അക്കയായിരുന്നു എനിക്ക് മുല്ലപ്പൂ കുത്തി തന്നെ. ഈ കുത്തിയൊക്കെ തന്നു മുല്ലപ്പൂ. ഇവിടെ റോസ് ഇട്ടാണ് മുല്ലപ്പൂ കെട്ടി. അപ്പം ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കതില്ലാതെ അവിടെ നിന്ന് കെട്ടിയൊക്കെ തന്നു. ഇവിടെ എന്തൊരു രസമെന്നറിയോ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്ന, ഞാനൊരു ട്രഡീഷണലിൽ ജീവിക്കുന്ന കൊച്ചാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാട്ടോ. നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ അത് നല്ല ട്രഡീഷണൽ ആയിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് അങ്ങനെ തന്നെ വരണേ. അത് നമുക്ക് ഭയങ്കര ഒരു വേറെ ഒരു ഫീലാണ്. നമുക്കത് എന്നാന്ന് എനിക്ക് പറയാറില്ല. എല്ലാവർക്കും അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര ട്രഡീഷണൽ വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പം 4 മണിക്ക് തുറക്കത്തുള്ളൂ. ഇപ്പോൾ 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ 4 മണി കഴിഞ്ഞിട്ട് പോകാന്ന്. പക്ഷെ എൻ്റെ മാതാശ്രീക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോകണം. എനിക്ക് തുറന്ന് കണ്ടിട്ട് പോകുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അകത്ത് കയറി. അകത്തുനിന്ന് അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാവോ എന്ന് അറിയാൻ മേലാത്ത കാരണം ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിൻ്റെ ഉള്ളിലാട്ടോ കയറിയത്. ഭയങ്കര കാറ്റും അതുപോലെ തന്നെ വെയിലും ഉണ്ട്. ഇപ്പൊ കുറച്ച് വെയിൽ ഒതുങ്ങി. പക്ഷെ മുന്നേ നല്ല വെയിലാണ്. നമുക്കിങ്ങനെ കണ്ണു തുറന്ന് നോക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു കാക്ക പറന്നുപോയി കാട്ടിട്ട്. അതിന് ബാലൻസ് കിട്ടുന്നില്ല കേട്ടാ. അയ്യോ അതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കണ്ട അതിന് സമതല തെറ്റി. അത്ര കാറ്റ് ഇവിടെ. തമിഴ്നാട് വന്ന് ചായ കുടിക്കാൻ നിർത്തി. എനിക്ക് ബദാം മിൽക്ക് എന്ന് പറഞ്ഞാൽ പ്രാന്ത്. അതും എനിക്ക് നാട്ടിൽ കിട്ടുമ്പോൾ ഒന്നും ഇത്ര ടേസ്റ്റ് തോന്നില്ല. പക്ഷെ തമിഴ്നാട്ടിലെ ബദാം മിൽക്ക് എനിക്ക് സന്തോഷമായി.
നല്ല ടേസ്റ്റാ.